നമ്മളെല്ലാവരും ചിന്തിക്കാത്തതിലപ്പുറമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി. നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്നത് വെറും വെപ്പൺ പവറിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ സോൾജേഴ്സിനും വിൽ പവർ ഒരു മോസ്റ്റ് പോസിറ്റീവ് വെപ്പൺസിനെക്കാട്ടി പവർഫുള്ളാണ്. അവിടെയാണ് വിജയം. കാരണം പണ്ടുള്ള യുദ്ധങ്ങളിൽ ചെയ്തപ്പോൾ തനിക്ക് കിട്ടിയ തോക്കിൻ്റെ ഉള്ളിൽ നിന്ന് വെടിയുണ്ട പോവും എന്ന് തോന്നിയിട്ടല്ല, മുന്നോട്ട് പോകുമെന്ന് തോന്നിയിട്ടല്ല, അതിൻ്റെ മുന്നിൽ ബയനറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ മുന്നോട്ട് തന്നെ പോകുന്ന അർത്ഥത്തിലാണ്. കാരണം ഈ രാജ്യങ്ങൾ യുദ്ധങ്ങളൊക്കെ ജയിച്ചത് വെടിയുണ്ട ചെയ്തിട്ടില്ല, ബയനറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടാ. അപ്പോൾ ആ വിൽ പവറാണ്, ആ പൂർവികർ തന്ന വിൽ പവറിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ വിൽ പവറൊന്നും ലോകത്തൊരു രാജ്യത്തിൽ ഒരു സൈനികർക്കും ഇല്ല. അത് ചിലത് എല്ലാവരും പറയും, അങ്ങനെ ഇതാക്കും പറയുമെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഈ ചാനലുകളിലും മറ്റുള്ള രീതിയിൽ കാണുന്നതല്ല സത്യം. ഒരു ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഒരു സോൾജർ എന്ന രീതിയിൽ നമ്മൾ ഈ കാണുന്ന പേപ്പറും മറ്റുള്ള കാണുന്നതല്ല സത്യം. എന്നൊരു ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഒരു സോൾജർ എന്ന രീതിയിൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെയും സൈനികരെ കണ്ടതാണ്. അവർക്ക് എത്രമാത്രം പവർഫുൾ ഉണ്ട്, അവർക്ക് എത്രമാത്രം ശക്തി, മാനസിക നില എത്രമാത്രം കാഠിന്യമുള്ളതാണെന്നും ഏതൊക്കെ പ്രതിസന്ധിയിൽ അവർ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും നമുക്കറിയാം. നമ്മളതറിയാം. അത് നമ്മളെ സൈനികർ ഒന്നും ഭക്ഷണം ഇല്ലാതെയും ജീവിക്കും, ഭക്ഷണം കൊടുത്താലും ജീവിക്കും, വെള്ളം ഇല്ലാതെയും ജീവിക്കും, വെള്ളം കൊടുത്താലും ജീവിക്കും. ഈ ഭക്ഷണവും വെള്ളവും ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ട്, പക്ഷെ ഒന്നും കുടിക്കാനോ ഒന്നും സാധിക്കാതെയൊന്നും ഒരു 100 ദിവസം വേണ്ടിക്ക് ജീവിക്കും. നമുക്ക് ഇതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാരമ്പര്യമായി കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.